നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ജീവൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ ഈ പ്രഭാതത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരു ദിവസം വലിയ അനുഗ്രഹത്തിൻ്റെയും വിജയത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ഒരു ദിവസമാക്കി യേശു കർത്താവ് രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി അവിടുന്ന് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ടെലിവിഷനിലൂടെ വചനം കേൾക്കുന്നത് ഒരു വില കുറഞ്ഞ കാര്യമാണ്. നേരിട്ട് ധ്യാനകേന്ദ്രത്തിൽ പോയി വചനം കേൾക്കുന്നതാണ് ശക്തിയുള്ള വചന ശ്രവണം. അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പോൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ ഭവനത്തിലിരുന്ന്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാപനത്തിലിരുന്ന് ഈ പ്രഭാതത്തിൻ്റെ നിമിഷങ്ങളിൽ യേശുവേ എന്ന് വിളിച്ച് ഹൃദയം തുറന്ന് വചനം കേട്ടാൽ അവിടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഈ വ്യക്തി മാറാനാത്ത ജീവൻ ടി വിയിലൂടെ അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന മാറാനാത്ത എന്ന വചന പ്രോഗ്രാം നേരിട്ട് ശ്രവിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു CD കാസറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ട് ഇട്ടപ്പോൾ തന്നെ വലിയ അത്ഭുതം ഉണ്ടായി. അതാണ് ആ വ്യക്തി എഴുതി ഇവിടെ അട്ടപ്പാടിയിൽ എത്തിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാവരുടെയും അറിവിന് വേണ്ടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ഷാജി, ചങ്ങനാശ്ശേരിയിൽ താമസിക്കുന്നു. എനിക്ക് ഏകദേശം 40 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് മനം തകർന്നിരിക്കുമ്പോൾ കടക്കാരുടെ ശല്യം സഹിക്കവയ്യാതെ എൻ്റെ പേരിലുള്ള സ്ഥലം വിൽക്കുവാൻ തീരുമാനിച്ചു. ബ്രോക്കർമാരെ പറഞ്ഞ് ഏർപ്പാടാക്കി. മാസങ്ങൾ കഴിഞ്ഞിട്ടും എത്ര കാത്തിരുന്നിട്ടും എൻ്റെ സ്ഥലവിൽപ്പന നടക്കുന്നില്ല. ഒരു സ്ഥലം വന്ന് നോക്കാൻ പോലും ആരും വരുന്നില്ല. അങ്ങനെ എൻ്റെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാറാനാത്ത എന്ന പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ മാറാനാത്ത പ്രോഗ്രാമിൻ്റെ ഒരു CD വാങ്ങിക്കുകയും അതിട്ട് കാണുകയും ചെയ്തു. എൻ്റെ സ്ഥലം ഉടനെ വിൽക്കുകയാണെങ്കിൽ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് സാക്ഷ്യം എഴുതി അറിയിക്കാം എന്ന് വിനയപൂർവ്വം ഒരു നേർച്ചയും നേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ചയ്ക്കുള്ളിൽ 5-6 കൂട്ടർ സ്ഥലം വന്ന് കാണുകയും ഈ കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി ഒരു പാർട്ടി അഡ്വാൻസ് എന്ന് ആ ആഴ്ച തന്നെ തീരെഴുതുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും അത്യാവശ്യക്കാരായ കടക്കാർക്ക് പറഞ്ഞ സമയത്ത് തന്നെ പണം കൊടുക്കാൻ എൻ്റെ കർത്താവ് അനുഗ്രഹിച്ചു. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർ വചനം കേട്ട് മാറാനാത്ത എന്ന പ്രോഗ്രാം നേരിട്ട് ടി വിയിലൂടെ കാണാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു CD കാസറ്റ് വാങ്ങി കേട്ടു. വലിയ അത്ഭുതങ്ങൾ കർത്താവ് അവർക്കായി ചെയ്തു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ പേര് ഷിനു. ഞാൻ മംഗലം ഡാം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. പാലക്കാട് രൂപതയിലെ മംഗലം ഡാം എന്ന സ്ഥലത്ത് നിന്ന് ഷിനു വരുന്നു. 16 വർഷമായിട്ട് എൻ്റെ ചെവിയിൽ പഴുപ്പുണ്ടായിരുന്നു. ചെവിയിൽ 16 വർഷത്തെ പഴുപ്പ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓപ്പറേഷന് വേണ്ട എല്ലാ ടെസ്റ്റുകളും നടത്തി. അപ്പോഴാണ് എൻ്റെ അമ്മയുടെ അനിയത്തിനെ വിളിച്ചു പറഞ്ഞു, എരവിമംഗലത്ത് വട്ടായിലച്ചൻ ടീം ധ്യാനം നടത്തുന്നുണ്ട്. എരവിമംഗലം, തൃശ്ശൂരിലെ എരവിമംഗലത്ത് ഒരു ധ്യാനം ഈ ടീം അവിടെ അട്ടപ്പാടി അവിടെ പോയി നടത്തി. അപ്പോൾ അമ്മയുടെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നു, വിളിച്ചു പറഞ്ഞു. എന്നിട്ടോ അവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത് സാംസണച്ചനായിരുന്നു.
അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വിവരങ്ങളെല്ലാം പറഞ്ഞു. ചെവിക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, അതിന് ഞാൻ പോവുകയാണ്, ടെസ്റ്റുകളൊക്കെ നടത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. നല്ലതുപോലെ ധ്യാനത്തിൻ്റെ നേരത്ത് നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ വട്ടായിലച്ഛൻ വെഞ്ചിരിപ്പിൻ്റെ നേരത്ത് കാലാകാലങ്ങളായിട്ടുള്ള രോഗങ്ങൾ വിട്ടുപോണതായിട്ടൊക്കെ പറഞ്ഞു. കാലാകാലങ്ങളായ രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വിട്ടുപോണത് വെളിപ്പെടുത്തി. എന്നിട്ട് പിന്നെ ഡോക്ടറെ കൊണ്ട് ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ ചെവിയിൽ പഴുപ്പില്ല, ഒന്നും കൂടി എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. അതിൻ്റെ എക്സ്റേയിലും കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞു. 16 വർഷമുള്ള പഴുപ്പാണ്. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരു തരി പഴുപ്പില്ല, പരിപൂർണമായും ചെവി സൗഖ്യപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് ആ ഡോക്ടർ കണ്ടത്. ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, എത്രയോ വലിയൊരു അത്ഭുതമാണ് കർത്താവ് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്തത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇത് പങ്കുചേരാൻ ഉദ്ദേശിക്കുന്നത് അവരെല്ലാം എഴുന്നേപ്പിച്ച് ഈ ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാൻ അവർ ഒരുക്കുക. കുടുംബാംഗങ്ങളെല്ലാം മറ്റു ജോലികളൊക്കെ നിർത്തി പെട്ടെന്ന് തന്നെ ഈ ശുശ്രൂഷയിലേക്ക് അണിചേരട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് പറയാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോൺ ചെയ്ത് അവരെ അറിയിക്കുക. അവരും എഴുന്നേറ്റ് അവരെ വീട്ടിൽ ഇരുന്ന് വചന ശുശ്രൂഷയിൽ പങ്കുചേരട്ടെ. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. യേശുവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. യേശുവേ, എല്ലാ തടസ്സങ്ങളെയും രോഗങ്ങളെയും പ്രതികൂലങ്ങളെയും എടുത്തു മാറ്റാൻ കഴിവുള്ള അവിടുന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ. ഈ ഒരു ദിവസം അങ്ങയുടെ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും വചനം കേൾക്കാനും ഞങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഭവനങ്ങളുള്ളവരെല്ലാം കൈകൾ ഉയർത്തുക. കുട്ടികൾ കൈകൾ ഉയർത്തി സ്തുതിക്കുക. ഉറക്ക ക്ഷീണം അടുപ്പുള്ളവർ അതെല്ലാം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഉപേക്ഷിക്കുക. ചാടി എഴുന്നേൽക്കുന്നു, കരങ്ങൾ ഉയർത്തുന്നു, ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. ഇവിടുന്ന് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവേ. സമൂഹം ഉണരട്ടെ കർത്താവേ. കുടുംബങ്ങൾ ഉണരട്ടെ കർത്താവേ. ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, ഉറക്കക്ഷീണം മാറട്ടെ, ശരീരക്ഷീണങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അന്ധകാരങ്ങൾ വിട്ടുപോട്ടെ. ആരാധന, ആരാധന, ആരാധന. എല്ലാവരും സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് ജ്ഞാനത്തെ സ്നേഹിക്കുക എന്നതിനെക്കുറിച്ചാണ്. ജ്ഞാനത്തെ സ്നേഹിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം, ജ്ഞാനം ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം നമുക്ക് ഏറ്റു പറയാം. ജ്ഞാനം ജ്ഞാനം ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനത്തിന് വലിയ വിലയുണ്ട്. ജ്ഞാനവും പ്രബോധനവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്താണ് ജ്ഞാനം? ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഇവിടെ എൻ്റെ വളരെ അടുത്തൊരു സഹപ്രവർത്തന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: എന്താ ജീവിതം? ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, നല്ല ഡ്രസ്സ് ധരിക്കുക, നല്ല ചെരുപ്പിടുക, നല്ല ഫുഡ് കഴിക്കുക, നന്നായി റെസ്റ്റ് ചെയ്യുക, നല്ല ജോളിയായി ജീവിക്കുക, നല്ല തമാശയായിട്ട് ജീവിക്കുക, നല്ല സന്തോഷമായി ജീവിക്കുക. അതിനപ്പുറത്ത് എന്ത് ജീവിതം? അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ സൊള്ളി അടിച്ച് നടക്കും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതാണ് യാത്ര. ഒരുപാട് യാത്രകൾ ചെയ്യും, ഒരുപാട് നല്ല നല്ല ഭക്ഷണം കഴിക്കും, നല്ല നല്ല ഡ്രസ്സുകൾ ധരിക്കും. അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും നല്ല ശരീരത്തിൻ്റെ ആ പ്രവണതകൾ അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നാളിൽ അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായി. അദ്ദേഹം ധ്യാനം കൂടിയപ്പോൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ജ്ഞാന ചൈതന്യം അദ്ദേഹത്തിൻ്റെ മേൽ പ്രവേശിച്ചു. ഉടനെ അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഈ ജ്ഞാനം പ്രബോധനം കൊടുക്കാൻ തുടങ്ങി. ഈ ജ്ഞാനം ഒരുപാട് പ്രബോധനങ്ങൾ ചൊരിയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ഇങ്ങനെ ജീവിച്ച് എത്ര കാലം ജീവിക്കും? ഇങ്ങനെ ജീവിച്ച് അങ്ങറ്റം വരെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ഈ ജീവിതം കൊണ്ട് എന്ത് കാര്യം? എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ എൻ്റെ ശരീരത്തിൻ്റെ അഭിലാഷങ്ങളും മനസ്സിൻ്റെ ഇച്ഛകളും സാധിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ച് അങ്ങറ്റം വരെ എത്തിയാലും അവസാനം എൻ്റെ സ്ഥിതി എന്താവും? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വീണ്ടും ജ്ഞാനവും പ്രബോധനവും നിറഞ്ഞ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ദൈവവചനത്തിലേക്കും പരിശുദ്ധാത്മാവിലേക്കും ദൈവത്തിലേക്കും പിന്തിരിഞ്ഞു. അദ്ദേഹം ആഴമേറിയ അനുതാപം കൊണ്ട് നിറഞ്ഞ് മുഴുവൻ കുമ്പസാരം നടത്തി. ഇന്ന് കർത്താവായ യേശുവിൻ്റെ തീ ജ്വലിക്കുന്ന ഒരു സാക്ഷിയാക്കി കർത്താവ് അദ്ദേഹത്തെ ഉയർത്തി. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ ഭൂമിയിൽ ജ്ഞാനത്തിന് ചെവി കൊടുക്കുന്നവർ, ജ്ഞാന ചൈതന്യത്തിന് ആഗ്രഹിക്കുന്നവർ, ജ്ഞാന ചൈതന്യം തൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, അവരുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത ജ്ഞാനം ദൈവം അവർക്ക് പകർന്നു നൽകും. അതുകൊണ്ട് വിശുദ്ധ ലിഖിതം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുകയാണ്: ഞാൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ദൈവദാസൻ ദൈവസന്നിധി ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആ ജ്ഞാന ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ആ ജ്ഞാന ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിഷ്ക്രമിച്ചു പോയാൽ ഈ ലോകത്തിൽ എന്താ? ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം വെറും ഒരു ലോകപ്രകാരമുള്ളൊരു ജീവിതമാണ്. വെറും ഒരു ലോകപ്രകാരമുള്ള ജീവിതം. ജ്ഞാന ചൈതന്യമുള്ളവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് മേൽ ദൈവത്തിൻ്റെ അംഗീകാരമുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ജ്ഞാന ചൈതന്യം കുടികൊള്ളുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതം ജ്ഞാനം 7:27 വചനം പഠിപ്പിക്കുകയാണ്: മറ്റെന്തിനേക്കാൾ ഉപരിയായി ദൈവം ജ്ഞാനികളെ സ്നേഹിക്കുന്നു. എല്ലാവരും വചനം ഏറ്റു പറഞ്ഞ് വീട്ടിലുള്ള എല്ലാവരും ഏറ്റു പറയണം. ആരും അലസരായിരിക്കരുത്. മറ്റെന്തിനേക്കാൾ ഉപരിയായി ദൈവം ജ്ഞാനികളെ സ്നേഹിക്കുന്നു. അത്രമാത്രം വിലയാണ് ദൈവം ഒരു ജ്ഞാനിക്ക് കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ദൈവ പൈതലിനെ ഉപദേശിക്കുകയാണ്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, സഭാപ്രസംഗകൻ 5-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം. എല്ലാവരും ഏറ്റു പറയുക: ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. നമുക്കൊന്നും കൂടെ ആവർത്തിച്ച് പറയാം: ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം.
ഉത്തമം. വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. ദൈവം ജ്ഞാനത്തെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. 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 ഈ ജ്ഞാനമുണ്ടെങ്കിലാണ് നമ്മുടെ ഉള്ളിൽ പ്രബോധനം നിറയുകയുള്ളൂ. ഈ ജ്ഞാനവും പ്രബോധനവും ഉണ്ടെങ്കിലാണ് നാം ശാശ്വത മാർഗത്തിലൂടെ നടക്കാൻ ശക്തരായി തീരുകയുള്ളൂ. ഒരു വീണ്ടും വിചാരം, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വകതിരിവ്. ഒരു വകതിരിവ്. നമ്മൾ പുല്ല് തിരുന്ന പശുവിനേക്കാൾ, നമ്മുടെ അവിടെ കാടി കുടിക്കുന്ന എരുമയേക്കാൾ ഒരു വ്യത്യാസം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ഒരു വകതിരിവ് നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒരു വകതിരിവ്. ഈ വകതിരിവാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനവും പ്രബോധനവും ഉണ്ടെങ്കിലാണ് ദൈവത്തിന് നമ്മുടെ മേലിൽ പ്രീതി ഉണ്ടാവുകയുള്ളൂ. വേറെ ബാക്കി പറഞ്ഞ ദൈവത്തിന് പ്രീതിയുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ വെറുതെ ഒരു പിണ്ണാക്ക് കെട്ട പോലെ ഇരുന്നാൽ പോരാ, വെറുതെ ഒരു മണ്ണാങ്കട്ട ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ പോരാ. എഴുന്നേക്കുന്നു, നീങ്ങുന്നു, നടക്കുന്നു. ഒരു മണ്ണാങ്കട്ടയ്ക്ക് കൈയും കാലും വെച്ച് അങ്ങനെ അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി രാവിലെ പോലെ വൈകുന്നേരം പോലെ ആക്കി എന്തെങ്കിലും ചെയ്ത് കാലം കഴിച്ചാൽ പോരാ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ജ്ഞാന ചൈതന്യം നിറയണം, ജ്ഞാന ചൈതന്യം നിറയണം. ഹോസിയായുടെ പുസ്തകം 6-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുലിഖിതം നമുക്ക് ഏറ്റു പറയാം. ഹോസിയായുടെ പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ തിരുലിഖിതമാണ് ഇപ്പോൾ നാം ഏറ്റു പറയുന്നത്. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നോക്കുക, വിശുദ്ധലിഖിതം പഠിപ്പിക്കുകയാണ്, ഒരു ദഹന ബലിയേക്കാൾ ദൈവത്തിന് ഇഷ്ടമാണ് ദൈവിക ജ്ഞാനം. ദൈവജ്ഞാനമാണ് ദഹന ബലികളേക്കാൾ കർത്താവ് ഇഷ്ടപ്പെടുന്നത്. ഹോസിയ 6:6 ഒന്നുങ്ങൾ ഏറ്റു പറയാം. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനം എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ഒരുപാട് അറിവുകളുണ്ട്. ലോകത്തിൻ്റെ അറിവുകൾ, സയൻസിനെ കുറിച്ച് അറിവ്, പ്രപഞ്ചത്തെക്കുറിച്ച് അറിവ്, നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള അറിവ്, കടലിനെക്കുറിച്ച് അറിവ്, ആകാശത്തെക്കുറിച്ച് അറിവ്, ഭൂമിയെക്കുറിച്ചുള്ള അറിവ്, അത് വളരെ നല്ലത് തന്നെ. അത് വിജ്ഞാനമാണ്, അത് നമ്മുടെ വിജ്ഞാനമാണ്. പൗലോസ് ലീഗായിക്ക് ആദ്യം സാവൂളായിരുന്ന കാലത്ത് ഗമാലിയേലിൻ്റെ പാദങ്ങളിലിരുന്നപ്പോൾ ഗമാലിയേലിൻ്റെ പാദങ്ങളിലിരുന്ന് ഒരുപാട് വിജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ വിജ്ഞാനത്തിൽ അങ്ങേയറ്റം ഉയർന്നൊരു വ്യക്തിയായിരുന്നു സാവൂൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അദ്ദേഹത്തിന് മേൽ ദൈവത്തിന് അംഗീകാരം ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് അദ്ദേഹത്തിന് മേൽ ദൈവത്തിന് അംഗീകാരം ഉണ്ടായത്? അദ്ദേഹത്തിന് മേൽ ദൈവത്തിൻ്റെ അംഗീകാരം ഉണ്ടായത് അദ്ദേഹം യേശുക്രിസ്തുവിലേക്ക് പിന്തിരിഞ്ഞ് ദൈവജ്ഞാനം കൊണ്ട് നിറഞ്ഞ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ദൈവജ്ഞാനം കിട്ടിയത്? അദ്ദേഹം ദൈവത്തിന് അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി ദീർഘനാൾ കർത്താവിനോട് ഉപവാസത്തോടു കൂടെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. കർത്താവിന് ഉപവാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ജ്ഞാനം നിറഞ്ഞതായി ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ജ്ഞാനം 9:17 കർത്താവേ അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതങ്ങളിൽ നിന്ന് അയക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? കർത്താവേ അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതങ്ങളിൽ നിന്ന് അയക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ജ്ഞാനത്തിനൊരു ദാഹം വേണം, ജ്ഞാനത്തിനൊരു ആഗ്രഹം വേണം. ജ്ഞാനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം അന്തരംഗം ദാഹിച്ച് വിശന്നും ദാഹിച്ചും കൊണ്ടിരിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ ഉചിതമായ തീരുമാനം, നല്ല ജീവിതം, വൃത്തിയുള്ള മനസ്സ് നമുക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:18 ജ്ഞാനം 9:18 വചനം പഠിപ്പിക്കുന്നു. ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. ഒന്നുകൂടെ പറയാം. ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 19-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു. ജ്ഞാനം അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഭൗതികമായി വലിയ ബുദ്ധി ഉണ്ടെന്ന് വിചാരിച്ച് ദൈവത്തിന് പ്രസാദകരമായത് അറിയണമെന്നും പഠിക്കണം നിർബന്ധമില്ല. ഈ ജ്ഞാന ചൈതന്യം നമ്മുടെ മേൽ പ്രവേശിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് വിവേചിച്ചറിയാൻ എനിക്ക് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ, അദ്ദേഹം ഒരു നാൾ ജ്ഞാനചൈതന്യം ഇല്ലാത്തത് കൊണ്ട് കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും വായിക്ക് രുചിയുള്ളതും അങ്ങനെ ജീവിതത്തിൽ വിലയുള്ളതായി കണക്കാക്കി. എന്നാൽ ജ്ഞാനചൈതന്യം കയറിയപ്പോഴാണ് എന്താണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത്, എന്താണ് ദൈവത്തിന് അനിഷ്ടകരമായിട്ടുള്ളത്, ഏതാണ് ലാഭം, ഏതാണ് നഷ്ടം, ഏതാണ് നേട്ടം, ഏതാണ് കോട്ടം, ഒരു തിരിച്ചറിവ്, ഒരു വകതിരിവ് ജ്ഞാനചൈതന്യം നൽകി. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തുകയാണ്. ഈ പ്രഭാതത്തിൽ നിന്ന് ദൈവമേ ജ്ഞാനത്തിൻ്റെ ഒരു അഭിഷേകം തരണമേ, ജീവിതം മുഴുവനും ജ്ഞാനത്തിൻ്റെ അഭിഷേകം തരണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ ജ്ഞാനത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ലിഖിതങ്ങളുടെ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ. ജ്ഞാനം 7:7 അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും കരങ്ങൾ ഉയർത്തുന്നു. ഹൃദയം നുറുങ്ങി ദൈവസന്നിധി എളിമപ്പെട്ട്, ദൈവമേ എൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ദൈവമേ, ഈ ദിവസത്തെ അഭിഷേകം ചെയ്യണ കർത്താവേ, ഓരോ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യുന്ന കർത്താവേ, ഓരോ ജീവിതങ്ങളെ അഭിഷേകം ചെയ്യുന്ന കർത്താവേ, ജ്ഞാന ചൈതന്യം നിറയട്ടെ, ജ്ഞാന ചൈതന്യം നിറയട്ടെ. അജ്ഞാനം മാറിപ്പോട്ടെ, അജ്ഞാനം മാറിപ്പോട്ടെ, അന്ധകാരം മാറിപ്പോട്ടെ, ക്ഷീണങ്ങൾ മാറിപ്പോട്ടെ, രോഗങ്ങൾ മാറിപ്പോട്ടെ. ദൈവിക ചൈതന്യം നിറയട്ടെ, ലോകപ്രകാരമുള്ള ചിന്തകൾ മാറട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, 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 ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, യേശുവേ, ആരാധന. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Come, Lord Jesus. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും താന്താങ്ങളുടെ എല്ലാ വേദനകളും യേശുവിലേക്ക് സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ അരികിൽ രോഗികളോ വലിയ വ്യഥയിലോ വേദനയിലിരിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ആ രോഗാവസ്ഥയുള്ളവരുടെ മേൽ കൈകൾ വെച്ച് യേശുവിൻ്റെ വലിയ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കാൻ വേണ്ടി എളിമപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കുടുംബങ്ങളെ അവിടുന്ന് ഇപ്പോൾ കടാക്ഷിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ, വേദനയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവേ, കർത്താവെ, മനസ്സിടിഞ്ഞിരിക്കുന്നവർ, മനപ്രയാസത്തിൽപ്പെട്ട് ഉഴലുന്നവർ, മനോവിഷമങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്താൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ.